അർജുൻ അവന്റെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാനല്ലേ പോയിരിക്കുന്നേ. അവന്റെ ഫ്രണ്ട്സ് ആരാ, അവരുടെ വീട് എവിടെയാന്നൊന്നും പറയോ? ഞാൻ തന്നെ പോയി അവന് ഷോപ്പിങ്ങിന് പോവാൻ പിക്ക് ചെയ്തോളാം. ആരുടെ വീട്ടിലേക്ക് പോയെന്ന് ഞാൻ എങ്ങനെ പറയാ? ശരി, അത് പോട്ടെ അമ്മേ. അവൻ എവിടെ വേണമെങ്കിലും പൊക്കോട്ടെ. എന്തായാലും രാത്രി ഇങ്ങോട്ട് വന്നല്ലേ പറ്റൂ. ഞാൻ തന്നെ പോയി അവന് നല്ലൊരു ഡ്രസ്സ് വാങ്ങി കൂട്ടത്തില് അവന് ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും വാങ്ങിട്ട് വരാം. മയൂരി, നിങ്ങളുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനു മുൻപ് ഇത്രയും സ്നേഹോ? അമ്മേ, ഞാൻ ഇന്നോ ഇന്നലെ അല്ല അർജുനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. കോളേജ് ഡേയ്സിൽ നിന്ന് തുടങ്ങിയതാ ഈ ഇഷ്ടം. അമ്മയോട് ഇപ്പോഴാ പറഞ്ഞതെന്നേ ഉള്ളൂ. ശരി, അർജുൻ എന്താ ഇഷ്ടമെന്ന് നിനക്കറിയോ? അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്താ അമ്മ ഈ പറയുന്നേ? അമ്മയുടെ മോൻ അവൻ ഇഷ്ടമുള്ള കാര്യം എന്നോട് പറഞ്ഞെന്നോ? രാവിലെ തൊട്ട് ഞാൻ അവനെ വിളിക്കാൻ നോക്കുക, ഫോണിലും കിട്ടുന്നില്ല, സംസാരിക്കാനും കിട്ടുന്നില്ല. പിന്നെ അവന്റെ ഇഷ്ടങ്ങൾ ഞാൻ എങ്ങനെ അറിയാനാ അമ്മേ? അപ്പൊ അവൻ ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞതോ? അതെ അമ്മേ, അവൻ എന്താ ഇഷ്ടമെന്ന് എനിക്കിപ്പോ അറിയാം. ഓ, എന്താ അത്? എന്താന്ന് ഞാൻ പറയില്ല. വാങ്ങിക്കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ബൈ. നല്ല പെൺകുട്ടിയാ. ഇപ്പോഴേ ഇത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ കല്യാണം കഴിഞ്ഞാ ഒരു നിമിഷം പോലും അവനെ പിരിഞ്ഞിരിക്കില്ല. ഈശ്വര, ഈ സ്നേഹം എന്നും ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കണേ. ഭഗവാനെ, എന്താ ഇങ്ങനെയൊക്കെ? എന്റെ ശത്രുക്കൾ ഈ സ്ഥലത്ത് വെച്ചാണ് എന്നെ കൊല്ലാനായി ശ്രമിച്ചത്. അവരാരൊക്കെയാണെന്ന് എനിക്കൊരു അറിവുമില്ല. അവരുടെ മുഖവും എനിക്ക് തീരെ വ്യക്തമല്ല. എന്താ ഭഗവാനെ, എന്റെ ശത്രുക്കളെ എനിക്ക് കാട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ അവരുടെ മുഖം പോലും എനിക്കിപ്പോ ഓർമ്മ വരുന്നില്ലല്ലോ. ഞാൻ ഇനി എന്ത് ചെയ്യണം? അവരെ കണ്ടെത്തുവാനായി വേറെ മാർഗമൊന്നുമില്ലേ? നീ വിഷമിക്കേണ്ട. നിശ്ചയിച്ചിട്ടുള്ള വിധികൾ അനുസരിച്ച് ചില സമയങ്ങളിൽ ശത്രുക്കൾക്കായിരിക്കും ശക്തി കൂടുതൽ ഉണ്ടാവുക. ഇന്നത്തെ പരാജയമായിരിക്കും നാളത്തെ നിന്റെ വിജയത്തിന് ചവിട്ടുപടിയാവുക. ദുഷ്ടശക്തികൾ തോൽക്കുക തന്നെ ചെയ്യും. അവരുടെ നാശം സംഭവിച്ചേ മതിയാവൂ. ഇവിടെ നിന്നും ഇനിയും 10 അടി കൂടെ മുന്നോട്ട് നടക്കുക. നിനക്ക് ഒരു ശത്രുവിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചിരിക്കും. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. എന്റെ ശത്രുക്കളെ എനിക്ക് കാട്ടിത്തരൂ. ഇവളെന്താ നോക്കുന്നെന്നോ, എന്താ ചെയ്യുന്നെന്നോ, എന്താ അന്വേഷിക്കുന്നെന്നോ ഒന്നും മനസ്സിലാവുന്നില്ല. അല്ല, ഈ അനന്യക്ക് എന്താണെന്ന് പിടികിട്ടുന്നേയില്ല. ഇവിടെ അവളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു പയ്യൻ നിൽക്കുകയാണ്. അവൾ എന്നോട് എന്തെങ്കിലും റൊമാൻറ്റിക്കായി സംസാരിക്കണം. സുന്ദരനായി എന്നെ കണ്ണിമ വെട്ടാതെ നോക്കുകയും വേണം. കണ്ണോട് കണ്ണു നോക്കി അവൾ സ്വയം മറന്നു നിൽക്കണം. ഒരു യുഗ്മഗാനം പാടുകയും വേണം. ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് ഇവളത് എങ്ങോട്ടേ പോകുന്നേ? ഏയ് അനന്യ, എടോ നിക്ക്, താൻ എങ്ങോട്ടാ പോകുന്നേ? Pravrita Darpa Prabhava Vipra Prerita Para Dikpura
ഇതേ വഴിയിലൂടെയാണ് എന്റെ ഒരു ശത്രു പോയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതുവഴി പോവുകയാണെങ്കിൽ നാഗദേവൻ പറഞ്ഞതുപോലെ അവനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും. വരൂ, നമുക്കിപ്പോ അങ്ങോട്ടേക്ക് പോകണം. എടോ അനന്യ, താൻ കൺഫ്യൂസ് ആയെന്ന് എനിക്ക് തോന്നുന്നത്. അമ്പലം ഇരിക്കുന്നത് ഈ ഭാഗത്താ, അല്ലാതെ അങ്ങോട്ടല്ല. നീ വീണ്ടും വീണ്ടും എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ വഴിക്ക് തന്നെ പോകേണ്ടി വരും. പിന്നെ എന്റെ പുറകെ വന്നേക്കരുത്. എടോ എടോ നിക്ക് അനന്യ. എടോ അനന്യ, താനും നിക്ക് പ്ലീസ്. അനന്യ, തനിക്ക് എവിടെ പോകണ്ടെന്ന് പറ, ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നാക്കാം. പ്ലീസ് ഒന്ന് വാടോ പ്ലീസ്. ഞാനിപ്പോ നിന്റെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ എന്തിനാ എങ്ങോട്ടാ എന്നൊന്നും ചോദിക്കരുത്. അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ കൂടെ വരാം. ഇല്ലെങ്കിൽ എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. എടോ, താൻ അങ്ങനെയൊന്നും ചെയ്യാൻ നിക്കല്ലേ. ഞാൻ തന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാ തന്നെ സേഫ് ആയിട്ട് കൊണ്ടുപോയി തിരികെ വീട്ടിൽ എത്തിക്കാവെന്ന്. ഇപ്പൊ എന്താ വേണ്ടേ, എന്താ ഏതാന്നൊന്നും ചോദിക്കാതെ താൻ പറയുന്ന ഇടത്തേക്ക് കൊണ്ടുപോകണം, അത്രയല്ലേ ഉള്ളൂ. ശരി, തന്റെ കണ്ടീഷൻ എനിക്ക് ഓക്കെയാണ്. വന്ന് കേറ്. എന്റെ അമ്മേ, ഇപ്പഴാ പോയ ജീവൻ തിരികെ കിട്ടിയത്. താൻ കൂടെ ഉള്ളപ്പോ കാർ ഓടിക്കാൻ ഒരു പ്രത്യേക സന്തോഷമാ. ഓക്കെ ഓക്കെ ഓക്കെ, താൻ ഇങ്ങനെ നോക്കല്ലേ. നേരത്തെ ഈ ഭാഗത്തേക്കല്ലേ പോവാൻ പറഞ്ഞത്, നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. ഇങ്ങനെ പാമ്പ് നോക്കുന്ന പോലെ മാത്രം നോക്കല്ലേ, പേടിയാവും എനിക്ക്. എനിക്ക് ഇത് നിന്നോട് എങ്ങനെ പറയണമെന്നറിയില്ല. അത് ഞാൻ പറയുന്നത് നീ കുറച്ച് സമാധാനത്തോടെ കേൾക്കണം, ഒന്ന് മനസ്സിലാക്കണം. ഈ സരോജയും വിക്രമിനെയും എങ്ങനെയെങ്കിലും കൊന്ന് അവരുടെ സ്വത്ത് നമ്മുടെ പേരിലാക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എന്നാൽ ഈ അനന്യ അതിന് തടസ്സം നിന്നു. അതുകൊണ്ടാണ് അനന്യയെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷെ ഇപ്പോഴാണെങ്കിലോ നിന്റെ ക്യാരക്ടർ തന്നെ മാറിപ്പോ. അല്ല, ഇത്രയും നാളും നമ്മൾ സരോജയെ കൊല്ലാൻ വേണ്ടി വിഷം വരെ കൊടുത്തു, എന്നാ അത് നടന്നില്ല. രാജവെമ്പാലയെ കൊണ്ടുവന്ന് കടുപ്പിച്ചു നോക്കി, എന്നാൽ അനന്യ എങ്ങനെയോ അവൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതുകൊണ്ടാണല്ലോ എന്തെങ്കിലും ചെയ്ത് അനന്യയെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി മന്ത്രവാദിയുടെ അടുത്ത് പോയി ഈ ചന്ദ്രൻ തിരുവാങ്ങി കൊണ്ടുവന്നത്. അത് അനന്യക്ക് അഫക്റ്റ് ചെയ്യേണ്ടിയിരുന്നതാ. എന്നാൽ നമ്മുടെ സമയദോഷം കൊണ്ട് ആ പുക നീ ശ്വസിച്ച് നിനക്ക് എഫക്റ്റ് ആയി. അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. മനസ്സിലാക്ക മോളെ, മനസ്സിലായല്ലേ? മനസ്സിലായി എന്റെ പൊന്ന്, എന്റെ ചക്കര രാജി. വ്യക്തമായി മനസ്സിലായി. നിങ്ങൾ ഒരിക്കലും നന്നാവില്ല. നിങ്ങളൊരു മനുഷ്യനാണോ? കുറച്ചെങ്കിലും ഒരു അഭിമാനമൊക്കെ വേണ്ടേ? അത് പിന്നെ നിങ്ങൾ എത്ര വലിയ തെറ്റാ ചെയ്യുന്നതെന്നറിയാമോ? നിങ്ങൾ മാത്രമല്ല, ഞാനും വലിയ തെറ്റാ ചെയ്തുകൊണ്ടിരിക്കുന്നേ. നമ്മൾ ആ തെറ്റ് ഇപ്പോഴെങ്കിലും തിരുത്തിയില്ലെങ്കിൽ ദൈവം പോലും നമ്മളോട് ക്ഷമിക്കില്ല. മനസ്സിലായോ ദേവരാജ് സാറേ? മനസ്സിലായി രാജേശ്വരി, മനസ്സിലായി. അയ്യോ, എന്ത് ചന്ദനത്തിരിയാ മന്ത്രവാദി തന്നത്? ആ മന്ത്രവാദി എന്റെ ഭാര്യയുടെ ക്യാരക്ടറെ മാറ്റിക്കളഞ്ഞു. ഇനിയും കുറെ നാൾ ഇവൾ ഇങ്ങനെ തുടർന്നാൽ ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് അവള് വേഷം തന്ന് കൊല്ലും. എത്രയും പെട്ടെന്ന് ഇവളെ പഴയ പോലെ ആക്കിയെടുക്കണം. ഇപ്പൊ എന്ത് ചെയ്യും? ഇത് കത്തിച്ചാൽ വീട്ടിൽ അനർത്ഥങ്ങൾ ഉണ്ടാകും. ഇതിന്റെ ഫലം തടയണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ തന്നെ വരേണ്ടി വരും. ആ മന്ത്രവാദിക്ക് മാത്രമേ എന്റെ ഭാര്യയെ രക്ഷിക്കാൻ കഴിയൂ.
എടോ അനന്യ, തനിക്ക് എങ്ങോട്ടാ പോവേണ്ടത്? നേരെ പോവൂ. കുറച്ചു ദൂരം പോയി പിന്നെ വലത്തോട്ട്. എടോ അനന്യ, ഞാൻ ഫ്രാങ്കായിട്ടൊരു കാര്യം പറയട്ടെ. താൻ എന്താ ചെയ്യുന്നത്, എന്താ പറയുന്നത്, എങ്ങോട്ടാ പോകുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, നാട് വിട്ട് താനിത് എങ്ങോട്ടാ പോകാൻ പോകുന്നേ? ആൾ താമസം ഇല്ലാത്തയിടത്ത് തനിക്ക് എന്താ ആവശ്യമാ? ഇതിനു പകരം നമുക്ക് എന്റെ വീട്ടിലേക്ക് പോയാലോ? അവിടെ മുത്തശ്ശിക്കും അമ്മയ്ക്കും തന്നെ പരിചയപ്പെടുത്തുകയും ചെയ്യാം. തന്നെ കണ്ടു കഴിയുമ്പോ എന്റെ അമ്മയും മുത്തശ്ശിയും ഒരുപാട് സന്തോഷിക്കും. ഞാൻ എന്തിനാ തന്റെ വീട്ടിലേക്ക് വരുന്നേ? അല്ല, എന്നെ കണ്ടിട്ട് നിന്റെ അമ്മയും മുത്തശ്ശിയും എന്തിനാ സന്തോഷിക്കുന്നത്? താൻ എന്താണ് എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നേ? നാളെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയല്ലേ? വരാൻ പോകുന്ന മരുമകളെ കാണുമ്പോൾ അമ്മയ്ക്കും മുത്തശ്ശിക്കും സന്തോഷമാവില്ലേ? അതും തന്നെ പോലെ സ്വഭാവ ഗുണവും സൗന്ദര്യവും വിദ്യാഭ്യാസവും ഉള്ള പെൺകുട്ടിയെ കാണുമ്പോൾ. എന്റെ മനസ്സ് കീഴടക്കിയ ആളാ താൻ. പിന്നെയാണോ അമ്മയ്ക്കും മുത്തശ്ശിക്കും തന്നെ ഇഷ്ടമാവാതിരിക്കുന്നത്? തീർച്ചയായും ഇഷ്ടാവും. തന്നെ എന്റെ കൂടെ മുത്തശ്ശിയും അമ്മയും കണ്ടു കഴിഞ്ഞാ സൂപ്പർ ജോഡിയാണെന്ന് അവർ പറയൂ. ദേ നോക്ക്, താൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് ഇഷ്ടാവുന്നില്ല. തന്നോട് എത്ര തവണ പറഞ്ഞിട്ടും തനിക്ക് എന്താടോ ഒന്നും മനസ്സിലാകാത്തത്? അതിന് ഞാൻ തന്റെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ടേ ഇല്ല. അതുമാത്രമല്ല, ഞാനിവിടെ വന്നിരിക്കുന്നത് എന്റെ ഒരു കാര്യത്തിനാ. അതുകൊണ്ടാ വീട്ടിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞത്. അമ്മയോട് കള്ളം പറഞ്ഞിട്ട് അവരെ പറ്റിച്ച് കൂടെ വന്നിരിക്കുന്നു. എന്നിട്ടിപ്പോ എന്തൊക്കെയോ പറയുന്നു. പിന്നെ തനിക്ക് കാർ ഓടിക്കാൻ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ അത് എന്നോട് പറഞ്ഞാ മതി. ഞാൻ ഓട്ടോ പിടിച്ചോ അല്ലെങ്കിൽ നടന്നോ പോയിക്കോളാം. അയ്യോ, താൻ അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഞാൻ ഇന്ന് തന്നെ താൻ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യുന്നു അല്ല. ശരി, വിട്ടേക്ക്. ഇന്നത്തെ എന്റെ വീട് നാളെ തന്റേതും കൂടി ആവാൻ പോവല്ലേ. സമാധാനമായിട്ട് വന്നാ മതി. താൻ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും. ഇനി എങ്ങോട്ടാണ് ഇനി പോവേണ്ടത്? അവിടേക്ക് പോണം. ആ ഭാഗത്ത് ഏത് അമ്പലം ഉള്ളത്? ഭദ്രകാളി ക്ഷേത്രമുണ്ട്. തന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു വരുന്നില്ലാന്ന്. അറ്റ്ലീസ്റ്റ് എന്റെ ബർത്ത്ഡേ പാർട്ടിക്കെങ്കിലും വന്നുകൂടെന്ന് ചോദിച്ചു. ഞാൻ എന്തിനു വരണമെന്ന തന്റെ ചോദ്യം. ഞാൻ തന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണെന്ന് ഞാനും പറഞ്ഞു. തനിക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് മുഖത്ത് നോക്കി മറുപടിയും പറഞ്ഞു. ശരി, തനിക്ക് ഇപ്പൊ എന്നോട് സ്നേഹം ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ തന്റെ മനസ്സിന്റെ ഏതോ ഒരു കോണില് അർജുനോട് എന്തോ ഒരു സ്നേഹമുണ്ട്. എടോ അനന്യ, താൻ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാ താൻ എന്റെ ബർത്ത്ഡേ പാർട്ടിക്കും ഒന്ന് വന്നിട്ടെങ്കിലും പോണം. അല്ല, ഇതെന്താ അനന്യ? ഏതോ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞിട്ട് ഇവിടെ എങ്ങും ആ ക്ഷേത്രം കാണുന്നതേ ഇല്ലല്ലോ. താൻ കൂട്ടിക്കൊണ്ട് പോകുന്ന കണ്ട കൽക്കട്ടയിലെ ദക്ഷിണേശ്വര കാളി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നെന്ന് തോന്നും. അയ്യോ, താൻ എന്തിനാ ഇപ്പൊ ദേഷ്യപ്പെടുന്നേ? എനിക്കൊരു പ്രശ്നവുമില്ല. താൻ എവിടെ വിളിച്ചാലും ഞാൻ കൂടെ വരും. വേണമെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ട് വന്നാലോ? അവിടെ പോയി വരുമ്പോഴേക്കും തനിക്ക് എന്നോട് തീർച്ചയായിട്ടും സ്നേഹം ഉണ്ടാവും. തിരികെ എത്തിയിട്ട് കല്യാണം കഴിക്കാം. എന്നിട്ട് വീണ്ടും ഒരു ട്രിപ്പിന് പോണം. വെറും ട്രിപ്പൊന്നും അല്ല, ഹണിമൂൺ ട്രിപ്പ്. താൻ എന്ത് പറയുന്നു? പ്രണയം, കല്യാണം ഇതൊന്നും അല്ലാതെ തനിക്ക് വേറെ ചിന്തയൊന്നുമില്ലേ? എന്നെ പോലൊരു കാമുകന് വേറെ എന്ത് ചിന്ത ഉണ്ടാവാനാ? താൻ ഒരു തവണ ഒന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ മാത്രം മതി. അതിനുശേഷം കണ്ടോ, ഈ അർജുൻ നിന്നെ ഓൾ ഇന്ത്യ ട്രിപ്പിനായിരിക്കും കൊണ്ടുപോവാ. ദയവ് ചെയ്ത് നിങ്ങൾ ആദ്യം ഇങ്ങനെയൊക്കെ പറയുന്നതൊന്ന് നിർത്ത്. നിങ്ങൾ 100 പ്രാവശ്യം ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമേ ഉള്ളൂ. എനിക്ക് തന്നെ ഇഷ്ടമല്ലാന്ന്. താൻ 100 തവണ ഒരു ചാൻസും ഇല്ലാന്ന് പറഞ്ഞാലും ഞാൻ 1000 തവണ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതല്ലേ പഴമക്കാര് പറയുന്നേ, പരിശ്രമിക്കുന്നവന് തീർച്ചയായും വിജയം സുനിശ്ചിതമാണെന്ന്. ശരി ശരി,
എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനിപ്പോ മിണ്ടാതിരുന്നില്ലെങ്കിൽ താൻ ഈ കാറിൽ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങി പോകുന്നു. ഓക്കെ, ഞാൻ മിണ്ടുന്നേ ഇല്ല. ഞാൻ എന്റെ വായ താഴിട്ട് പൂട്ടുക. എന്താ പോരെ? എന്താ ഇത്? എന്റെ ശത്രു ഇവിടെ നിന്ന് എങ്ങോട്ട് പോയെന്ന് അറിയാനാവുന്നില്ലല്ലോ. എന്റെ കണ്ണുകൾക്ക് എന്റെ ശത്രു എവിടെയാണെന്ന് അറിയാൻ സാധിക്കുന്നില്ല. അതെന്താ? എടോ അനന്യ, താനിത് എങ്ങോട്ടേ പോകുന്നേ? അർജുനെ പോലെ ഉണ്ടല്ലോ. ഇത് സത്യമാണോ അതോ ഞാൻ ദിവാസ്വപ്നം കാണുന്നതാണോ? യെസ്, അത് അർജുനാണ്. ഇവൻ ഇവിടെ എന്താ ചെയ്യുന്നേ? ഇവൻ ആരെയായിരിക്കും വെയിറ്റ് ചെയ്യുന്നേ? എടോ അനന്യ, താൻ അവിടെ എന്തെടുക്കുവാടോ? എന്നെ പോലൊരു ഹാൻസം പയ്യന്റെ കൂടെ കോഫി ഷോപ്പിലോ മോളിൽ വന്നിരിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു കാട്ടിലേക്ക് വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. എന്റെ അനന്യ, തനിക്ക് അവിടെ എന്താ ദൈവത്തെ വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മുടെ കല്യാണം പെട്ടെന്ന് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്ക. അർജുൻ! ഏ അർജുൻ! 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 നീ ഇതെവിടെ പോവാ? അർജുൻ! അയ്യോ എന്റെ ദൈവമേ, ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇവളെങ്ങാൻ ഇവിടെ വെച്ച് എന്നെ അനന്യെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാ എന്റെ ലവ് സ്റ്റോറിക്ക് ഇന്നത്തോടെ തന്നെ തിരശ്ശീല വീഴും. ഇവളുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ട എന്റെ ലവ് സ്റ്റോറിക്ക് 100 ആയുസായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇവള് വീട്ടിൽ പോയി വലിയ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്ത് എന്റെ ലവ് സ്റ്റോറിക്ക് ഫുൾ സ്റ്റോപ്പ് ഇടിയിച്ച് പെർമനന്റ് ആയിട്ട് പാക്കപ്പ് ചെയ്യിപ്പിക്കും. ഒന്ന് കണ്ണടച്ച് തുറക്കും മുന്നേ അവൻ അപ്രത്യക്ഷമായി. ഇനി എന്താ ചെയ്യാ? അവിടെ ആരും ഉണ്ടല്ലോ, അവരോട് ചോദിക്കാം. പറഞ്ഞോ. ഒന്നുമില്ല, ഇവിടെ ഒരു ഹാൻസം പയ്യൻ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അവൻ എങ്ങോട്ടാ പോയെന്ന് കണ്ടോ? ഇല്ല, കണ്ടില്ല. അങ്ങനെയാണോ? ഇറ്റ്സ് ഓക്കെ, താങ്ക്സ്.